എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നാളെയാണ് നമ്മുടെ +2 റിസൾട്ട് വരാൻ പോകുന്നത്. കേരളമാകെ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം വളരെ 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 ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ആകാംക്ഷ മാത്രമല്ല, വേവലാതി ഉണ്ടാവും, ബേജാറുണ്ടാവും, പേടിയൊക്കെ ഉണ്ടാവും. എന്തായാലും റിസൾട്ടാണ്. നമ്മളുടെ SSLC ആയിരുന്നു ഏറ്റവും വലിയ കടമ്പ എന്ന് വിചാരിച്ച ഒരു വിഭാഗം ഇപ്പോൾ +2 കഴിയാൻ പോവുകയാണ്. അപ്പോൾ +2-ലെ പല എക്സാമുകളും നമുക്ക് പ്രതീക്ഷിച്ച രീതിയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പല വിഷയങ്ങളും അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു റെഗുലർ സ്കൂളിൽ അല്ലെങ്കിൽ സ്ട്രീമിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത്ര വലിയൊരു വിഷയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നാൽ അവർക്ക് വിഷയം തന്നെയാണ്. എങ്ങനെയാ വെച്ചാൽ ഫുൾ A+ഉം അതുപോലെ തന്നെ ഫുൾ മാർക്കും ഒക്കെ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ വേവലാതി തന്നെയാണ്. +1-ൽ ഫുൾ മാർക്ക് നേടിയിട്ടുണ്ട്. അതേ മാർക്ക് തന്നെ +2-ൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തേക്കാം. പക്ഷേ ഇത് വല്ലാതെ നമുക്ക് വീർപ്പ് മുട്ടിക്കുന്നത് 2 വിഭാഗങ്ങൾക്കാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, തോറ്റിട്ട് വീണ്ടും ആ തോറ്റ വിഷയം എഴുതിയെടുക്കുന്ന കമ്പാർട്ട്മെൻ്റൽ സ്റ്റുഡൻസ്. അതുപോലെ തന്നെ മറ്റൊന്ന്, നമ്മുടെ ഓപ്പൺ സ്ട്രീമിൽ പഠിക്കുന്ന ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കുള്ള അവരുടെ കാര്യങ്ങൾ. അവർക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, നല്ല രീതിയിൽ പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും അല്ല, ചില കുട്ടികളൊക്കെ അങ്ങനെയാണ്. കൃത്യമായിട്ടുള്ളൊരു പഠനം അല്ലെങ്കിൽ ചിട്ടയോടുകൂടിയുള്ള പഠനം ഇല്ലാത്തതൊക്കെ ഈ വിദ്യാർത്ഥികളെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് ഒരുവിധം അവർ സ്വയം കുഴിച്ച കുഴി തന്നെയാണ്. നമ്മൾ എത്ര പറഞ്ഞാലും ആ രീതിയിലേക്ക് വരാതെ ഒരു അനോയ് ചെയ്യുക, എല്ലാം നമ്മൾ ഒഴുക്കി വിടുക, ഒഴുക്കം മട്ടിൽ നമ്മൾ ഒഴിവാക്കുക. അങ്ങനെ അവസാനം എക്സാം ആകുമ്പോൾ മാത്രം നമ്മളൊരു തത്രപ്പാട് നടത്തും. എക്സാമിൻ്റെ തലേദിവസം അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് ഹോൾ ടിക്കറ്റ് കിട്ടിയതിന് ശേഷം ഇങ്ങനെയൊക്കെയാണ് പലരും പഠിക്കാൻ നോക്കുന്നത്. അതൊക്കെ ഒരു ബാഡ് ഹാബിറ്റാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പഠനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത് ത്രൂ ഔട്ടായിട്ടുള്ള പ്രവൃത്തിയിലൂടെ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അത് എന്ത് കാര്യമായാലും, ജീവിതത്തിലായാലും. നമ്മൾ ഇപ്പോൾ വലിയൊരു പൈസക്കാരനാവണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ നാളെ പൈസക്കാരനാവാൻ പറ്റില്ല. നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് പൈസക്കാരൻ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നിലവിലൊരു അവസ്ഥ. എന്നാലും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലേ? ഓരോ കുട്ടിയും അവനവൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നാളെയാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ആ റിസൾട്ട് എങ്ങനെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാം? ഞാൻ കഴിഞ്ഞ ദിവസം SSLC കുട്ടികളോട് പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു ലാഗുമില്ലാതെ, നമുക്കൊരു ബുദ്ധിമുട്ടും തടസ്സമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ നമുക്കറിയാം, എല്ലാവരും ഒരേ സൈറ്റിലേക്ക് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ആ സൈറ്റ് അങ്ങോട്ട് ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ ലാഗ് വരികയോ ഒക്കെ സംഭവിക്കാം, അല്ലേ? അപ്പോൾ നമുക്ക് പ്രിൻ്റ് കിട്ടാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ പലതും സംഭവിക്കാം. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമ്മളുടെ റിസൾട്ട് വളരെ വ്യക്തമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ സൈറ്റ് ഞാൻ പറഞ്ഞു തരാം. അതായത് ആ ലിങ്ക് ഞാനിവിടെ നിങ്ങൾക്ക് തരാം. ഇതിൽ കാണിക്കുകയും ചെയ്യാം, പറയുകയും ചെയ്യാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയണ്ടാവില്ല. നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. വെറുതെ എന്തെങ്കിലും സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യണം, അല്ലേ? അപ്പോൾ അല്ലാതെ നിങ്ങൾ +2 റിസൾട്ട് 2024 എന്ന് ടൈപ്പ് ചെയ്താൽ ചിലപ്പം റിസൾട്ട് നമുക്ക് സൈറ്റൊക്കെ ഓപ്പൺ ആവും, പക്ഷേ നമ്മൾ വിചാരിച്ച ഒറിജിനൽ സൈറ്റിലേക്കൊന്നും അത് പോവില്ല. മനസ്സിലാവുന്നുണ്ട്? DHSE സൈറ്റിൽ തന്നെ നമുക്ക് കയറി പോകണം, എന്നാലേ നമുക്ക് ആ ലിങ്ക് കിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രിൻ്റ് കിട്ടുള്ളൂ, അതായത് നമ്മുടെ ആ റിസൾട്ടിൻ്റെ പേപ്പർ കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് പോവേണ്ടതെന്നാണ് ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ സിസ്റ്റത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഫോണിലാണെങ്കിലും, ഞാനത് രണ്ടും പറയാൻ കാരണം, നിങ്ങളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ടൗണിലേക്ക്, ഈ പൊരിവെയിലത്ത് ടൗണിൽ പോവുകയും അതുപോലെ തന്നെ കഫേയിൽ ക്യൂ നിൽക്കുകയും അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ക്യൂ നിൽക്കുകയൊന്നും ചെയ്യണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാം. ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അറിയാത്തവരുണ്ടാവുമല്ലോ, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓക്കെ. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ നേരെ മുകളിൽ നമുക്ക് കാണാം
സെർച്ച് ബാർ ഉണ്ട്. ആ സെർച്ച് ബാറിൽ നമ്മൾ എന്താണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അത് ഈ പറഞ്ഞ പോലെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഒന്നുകിൽ നമുക്ക് കേരള +2 റിസൾട്ട് 2024 എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കേരള DHSE 12th റിസൾട്ട് 2024 എന്ന് ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ DHSE കേരള +2 റിസൾട്ട് 2024 ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ HSE റിസൾട്ട് 2024 എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി അതൊന്നും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും നേരെ നമുക്ക് റിസൾട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ലിങ്ക് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുക. ആ ലിങ്ക് എന്ന് പറയുന്നത് https:/keralaresults.nic.in എന്നുള്ള ലിങ്കാണ്. ഓക്കെ, https:/keralaresults.nic.in എന്ന ലിങ്കാണ് സെർച്ച് ബാറിൽ കൊടുക്കേണ്ടത്. ഓക്കെ, അത് കൊടുത്ത് നമ്മൾ സെർച്ച് കൊടുത്താൽ നമുക്ക് തെളിഞ്ഞു വരുന്ന പേജ് ഇതുപോലെ ഇരിക്കും. കണ്ടല്ലോ. അപ്പോൾ ഈ പേജിൽ ഏറ്റവും മുകളിൽ നിങ്ങൾ എന്താ കാണുന്നത്? DHSE എന്ന് എഴുതിയിട്ടുള്ളൊരു സൈറ്റ് കണ്ടില്ലേ? DHSE കേരള എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് കണ്ടില്ലേ? ആ സൈറ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നേരെ ഡയറക്റ്റ് ചെയ്യും ഇതുപോലുള്ള മറ്റൊരു പേജിലേക്ക്. അപ്പോൾ ഈ പേജ് ഇത് പഴയതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് റിസൾട്ട് ഓരോ വർഷങ്ങളിലെയും റിസൾട്ട് എന്തിൻ്റെ റിസൾട്ടാണെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വരും എന്ത് +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി റിസൾട്ട്സ് 2024 എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാം റിസൾട്ട് 2024 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഇതേപോലെ ഒരു എഴുത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓപ്പൺ ആയി വരുന്നത് എന്താണ്? നമ്മളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതായത് രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സാം എഴുതിയ ഹാൾ ടിക്കറ്റിലുണ്ടാവും രജിസ്റ്റർ നമ്പർ. ഓക്കെ, അതുപോലെ നമ്മളുടെ DOB നമ്മൾ ടൈപ്പ് ചെയ്യുക. DOB ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. DOB എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, തെറ്റാതെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതാ വരുന്നു നമ്മളുടെ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ആ റിസൾട്ട് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഓക്കെ, നമ്മളെല്ലാവരും ജയിക്കും, ആരും പേടിക്കൊന്നും വേണ്ട. ഇനി ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതോടുകൂടി അവിടെ ഡൗൺ ആവരുത്. അടുത്ത മാസം നമുക്ക് പരീക്ഷയാണ്, ഈ തോറ്റ വിഷയത്തിൻ്റെ പരീക്ഷ. ഓക്കെ, അതായത് സേ പരീക്ഷ ഉണ്ടാകും. ആ സേ പരീക്ഷയ്ക്ക് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ പരീക്ഷ ഒറ്റ മാസം കൊണ്ട് അങ്ങോട്ട് എഴുതിയെടുക്കുക. അതിൻ്റെ അടുത്ത മാസം തന്നെ നമുക്ക് റിസൾട്ട് അങ്ങോട്ട് വരും. നിങ്ങളുടെ ഒപ്പം പഠിച്ച് പോയിട്ടുള്ള ആളുകൾക്കൊപ്പം തന്നെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡിക്ക് പോകാനും പറ്റും. ഓക്കെ, ഇനി ചില ആളുകൾ ചിന്തിക്കും, എനിക്കിതിപ്പോൾ എൻ്റെ റിസൾട്ട് ഞാൻ വിചാരിച്ച പോലെ അല്ല, അതായത് ഞാൻ തോൽക്കില്ല, ഞാൻ ഒരു വിഷയത്തിലും തോൽക്കാൻ സാധ്യതയില്ല, ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് എന്നാണെങ്കിൽ ഈ റിസൾട്ടിന് ശേഷം തന്നെ നമുക്ക് എന്ത് വരും? നമ്മളുടെ റീവാലുവേഷന് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ സ്ക്രൂട്ടിനിക്കോ അല്ലെങ്കിൽ പേപ്പർ നോക്കുന്നതിനോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അപ്പിയർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ റീവാലുവേഷന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സേ എഴുതുന്നവരാണെങ്കിലും കുറച്ച് മാർക്കിനൊക്കെയാണ്, ഒരു 5 മാർക്കിനുള്ളിലാണ് നമ്മൾ തോറ്റതെങ്കിൽ, നമ്മുടെ ഒരു വിഷയം 5 മാർക്കിനുള്ളിലാണ് തോറ്റതെങ്കിൽ തീർച്ചയായിട്ടും ഷുവറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റീവാലുവേഷന് കൊടുക്കാം. 500 രൂപ അല്ലേ അല്ലെങ്കിൽ 600 രൂപ അല്ലേ, അത് വലിയ എമൗണ്ട് അല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ അന്തം വിട്ടിരിക്കേണ്ട. അത് നിങ്ങൾ കൊടുത്തോ, ആ പൈസ പൊയ്ക്കോട്ടെ എന്നങ്ങോട്ട് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ റീവാലുവേഷനിൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അനുകൂലമാകും. ഇനി അതല്ലെങ്കിൽ നമുക്ക് സേ പരീക്ഷ വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ആ സേ പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ 2 ഓപ്ഷൻ നമുക്കുണ്ട്. രണ്ടും നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്, തോറ്റവരോടാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വളരെ വിശദമായിട്ട് തരാം. ഇതിൽ ഞാൻ കുത്തി നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക. എല്ലാ രക്ഷിതാക്കളും ഇത് ഉപയോഗിക്കുക മക്കളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് കാണാം പുതിയൊരു വീഡിയോയിൽ. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.